ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോസിനേസി സസ്യകുടുംബത്തിൽപ്പെട്ട ടാബർ നെമണ്ടാന ഡൈവേർട്ടിക്ക എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നന്ദ്യാർവട്ടം അല്ലെങ്കിൽ നമ്പ്യാർവട്ടം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇംഗ്ലീഷിൽ ക്രേപ്പ് ജാസ്മിൻ, പിൻവീൽ ജാസ്മിൻ, ഈസ്റ്റ് ഇന്ത്യൻ റോസ്ബേ എന്നീ പേരുകളിലും ഇവൻ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ സംസ്കൃതത്തിൽ നന്ദിവൃക്ഷ, വിഷ്ണുപ്രിയ, ക്ഷീരി എന്നീ പേരുകളിലും ഹിന്ദിയിൽ ചമേലി, ചാന്ദിനി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് നന്ദ്യാർവട്ടം. ഇന്ത്യയിൽ എല്ലാ പ്രദേശത്തും വളരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല ജലാംശമുള്ള ഭാഗങ്ങളിൽ 2.5 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധ ചെടിയാണ്. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾ, കടും പച്ച നിറത്തിലുള്ളത്, തിളക്കമാർന്നത്, ഇലകളിലും അതുപോലെ അതിൻ്റെ കാണ്ഡത്തിലും ലാറ്റക്സ് അഥവാ ഒരുതരം മരക്കറിയും ഉണ്ട്. മറ്റ് സസ്യങ്ങളെപ്പോലെ പറയത്തക്ക പ്രത്യേക പരിഗണനയൊന്നും ആവശ്യമില്ല. എല്ലാ കാലത്തും പുഷ്പിക്കും. ഒറ്റയായും കുലയായും പൂക്കൾ ഉണ്ടാകാറുണ്ട്. തൂവുള്ള നിറത്തിലുള്ള സുഗന്ധമുള്ള ഈ പൂക്കൾ വിരിയുന്നത് രാത്രികാലങ്ങളിലാണ്. പൂക്കളിലാണെങ്കിലോ 5 ഇതൾ മാത്രമുള്ള ഒറ്റ അടുക്കുള്ള പൂക്കളുമുണ്ട്. അതോടൊപ്പം അടുക്കുകളായിട്ടുള്ള നല്ല കട്ടിയുള്ള ധാരാളം ഇതളുകളുള്ള നന്ദ്യാർവട്ടവും ഉണ്ട്. കമ്പ് മുറിച്ചു നട്ടോ പതി വെച്ചോ പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. 1 വർഷമാകുമ്പോഴത്തേക്കും നന്ദ്യാർവട്ടം നന്നായിട്ട് പൂത്തു തുടങ്ങും. ഇതൊരു ബുഷി പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. പാലി ഭാഷയിലെ നന്ദ്യാവട്ട എന്ന പദത്തിൽ നിന്നാണ് നന്ദ്യാർവട്ടം എന്ന ആ പേര് ചെടിക്ക് കിട്ടിയത്. ഇതിലെ പൂക്കളുടെ ആകൃതി സ്വസ്തിക ചിഹ്നം പോലെ ആയതിനാലാണ് ഇത്തരത്തിലൊരു പേരും. അപ്പോൾ ഈ നന്ദ്യാർവട്ടം എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ശുഭസൂചകമായി തിരിയുന്നത് എന്നാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ വിശാലമാണ്. വേര്, അതിൻ്റെ കറ, പുഷ്പം, ഇതിലൊരു കായ ഉണ്ടാകാറുണ്ട്. 3, 4, 5, 6 വിത്തുകളൊക്കെ ഉള്ളൊരു കായ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വേര്, കറ, പുഷ്പം, കായ എന്നിവയൊക്കെ ഔഷധ യോഗ്യമായ ഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് നേത്രരോഗത്തിന്, ചർമ്മരോഗത്തിനൊക്കെ നല്ലൊരു ഔഷധമാണ് നന്ദ്യാർവട്ടത്തിൻ്റെ പൂവും ഇലയും അതിൻ്റെ കറിയും എല്ലാം. ഇതിൻ്റെ വേരിലും തൊലിയിലും തടിയിലും ടാർബണിയം ഉണ്ടാനിൻ എന്ന ആൽക്കലോയിഡ് ഉള്ളതിനാൽ ഇതിൻ്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. നന്ദ്യാർവട്ടത്തിൻ്റെ 5-6 പൂക്കളെടുത്ത് നല്ല ശുദ്ധവെള്ളത്തിൽ തലേദിവസം രാത്രി ഇട്ട് വെച്ചിട്ട് നേരം വെളുക്കുമ്പോൾ വെള്ളം എടുത്ത് നമ്മുടെ കണ്ണ് കഴുകുകയാണെങ്കിൽ കണ്ണിലെ കടി, ചൊറിച്ചിൽ, അണുബാധ എന്നിവ മാറ്റാനായിട്ട് സാധിക്കും. ഈ പൂക്കൾ കൊണ്ട് എണ്ണ കാച്ചി ത്വക്ക് രോഗങ്ങൾക്ക് ലേപനമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ പണ്ടുകാലങ്ങളിൽ പ്രസവശേഷം ഉണ്ടാകുന്ന ശരീരവേദന അകറ്റാനായിട്ട് സ്ത്രീകൾക്ക് നന്ദ്യാർവട്ടത്തിൻ്റെ വേരും പൂക്കളും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിൻ്റെ കറ പുരട്ടി നമുക്ക് മുറിവ് ഭേദപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അതേപോലെ നീരുള്ള ഭാഗത്ത്, ശരീരത്തിൽ എവിടെയെങ്കിലും നീര് കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് 4-5 പൂക്കളെടുത്ത് ചതച്ച് അത് ആ മുറിവുള്ള ഭാഗത്ത് തുണി കൊണ്ട് പൊതിഞ്ഞ് കെട്ടി വെക്കുന്നത് നീർവീക്കം കുറയ്ക്കുന്നതിന് കാരണമാകുന്നു. നീർവീക്കം കുറയ്ക്കാൻ പൂ പോലെ തന്നെ ഇലയും ചതച്ച് നമ്മൾ നീരുള്ള ഭാഗത്ത് കെട്ടാറുണ്ട്. നന്ദ്യാർവട്ടത്തിൻ്റെ 1-2 ഇല വല്ലപ്പോഴും ഒരിക്കൽ ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ BP കുറയുവാനും മുൻകോപം കുറയ്ക്കുന്നതിനും സഹായകമാണ്. മഴക്കാലത്ത് ചെറിയൊരു പുഴു ഈ ചെടിയെ ആക്രമിക്കാറുണ്ട്. അപ്പോഴേക്കും കടയിൽ നിന്ന് ഏതെങ്കിലും ആൻറ്റി ഫംഗൽ മെഡിസിൻ വാങ്ങിച്ച് ഉപയോഗിക്കുക. മറ്റ് സസ്യങ്ങൾ പോലെ ചെടിക്ക് പ്രത്യേക പരിഗണന ആവശ്യമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ആഴ്ചയിൽ 3-4 തവണ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നല്ല സൂര്യപ്രകാശം വേണം. നല്ല സൂര്യപ്രകാശമുള്ളിടത്ത് മാത്രമേ നന്ദ്യാർവട്ടം നിറയെ പൂക്കത്തുള്ളൂ. പിന്നെ എല്ലാ സീസണിലും പൂക്കുന്നതാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒന്നുപോലെ പൂക്കുന്നൊരു സസ്യമാണ്. ഇതൊരു വേലിച്ചെടിയായിട്ടും അലങ്കാര ചെടിയായിട്ടും ഔഷധ ചെടിയായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇവയുടെ പുഷ്പങ്ങൾ ഹാരമുണ്ടാക്കുന്നതിനും ക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടൊരു പുഷ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുഷ്പത്തിന് വിഷ്ണുപ്രിയ എന്ന പേര് ലഭ്യമായതും. നല്ലപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പുഷ്പിക്കുന്നതും നല്ല ഷേപ്പിൽ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ്. തമിഴ്നാട്, കർണാടക എന്നീ പ്രദേശങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്തു വരുന്നു. അപ്പം നല്ലൊരു മെഡിസിനൽ പ്ലാന്റാണ്. കഴിയുന്നതും ഒരു കമ്പ് നട്ടുകൊണ്ട് നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ഈ ചെടിയുടെ ഗുണങ്ങളെല്ലാം ആസ്വദിക്കുക. അപ്പോൾ വീഡിയോയുടെ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു.